തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ മരിച്ചു. നിലമേൽ സ്വദേശികളാണ് ഈ 2 പേരും എന്നുള്ളതാണ്. പക്ഷേ ഭക്ഷ്യവിഷബാധ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. മീൻ കഴിച്ച മീനിനൊക്കെ ഫേമസായ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണ് വിഴിഞ്ഞത്ത്. നമുക്കറിയാം, നിരവധി ഹോട്ടലുകൾ, മീൻ വിഭവങ്ങൾ നിറച്ച നിരവധി ഹോട്ടലുകൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചെന്നവർ കാണാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എത്രത്തോളമാണ്, എത്ര പഴക്കമുണ്ട് എന്ന കാര്യത്തിൽ നിന്നൊരു വ്യക്തതയില്ല. ഇവിടെയൊക്കെ ആരോഗ്യവകുപ്പിൻ്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ഒക്കെ പരിശോധനയുണ്ടോ എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ജാഗ്രതയോടെ ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ട അവരുടെ പണി ഇതാണ്. പക്ഷെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കാണണം. പക്ഷേ എന്തായാലും 2 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഗൗരവതരമായ ഒരു കാര്യമാണ്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ 2 കുട്ടികളുണ്ടായിരുന്നു, അവർക്ക് പ്രശ്നങ്ങളില്ല. അതേസമയം മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് മറ്റ് 2 പേർ കൂടി ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച മറ്റ് 2 പേർക്ക് കൂടി ഭക്ഷ്യവിഷബാധയേറ്റു എന്നുള്ളതാണ്. അതും ഗൗരവതരമായ സാഹചര്യമാണ്. ഏതായാലും ഈ ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണ സാമ്പിളുകളുടെ ഫലം ഇന്ന് വരുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. സംഭവത്തിൽ ഇതുവരെ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരത്തിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ 2 പേരുടെ വിവരം കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തു വന്നിട്ടുണ്ട്. അരുണ്, നമ്മൾ ഇന്നലെയൊക്കെ വാർത്ത കൊടുത്തത് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇവർ നാട്ടിലെത്തുന്നു, അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു, വലിയ അസ്വസ്ഥതകൾ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ഭക്ഷ്യവിഷബാധയാണ് എന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ സാമ്പിളുകളുടെ ഫലം വരുന്നത്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഗൗരവമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ ഇപ്പൊ വിലയിരുത്താം. ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് എന്ന് തന്നെ വിലയിരുത്താം. കാരണം നമ്മൾ ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബം, ഷാജിയുടെ കുടുംബത്തിലായിരുന്നു ഈ ഒരു ദുരന്തം ഉണ്ടായത്. ഷാജിയുടെ കുടുംബത്തിലാണ് ദുരന്തം ഉണ്ടായത്. ഒപ്പം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ തിരുവനന്തപുരം സ്വദേശിയായ 2 പേർക്കും ഇത്തരത്തിൽ ഇതേ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച 2 പേരും ആശുപത്രിയിലാണ് എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ഭക്ഷ്യസുരക്ഷയുടെ റിപ്പോർട്ട് നിർണായകമാണ്. ഹോട്ടലിൽ നിന്ന് ലഭിച്ച ഭക്ഷണത്തിന്റെ പ്രശ്നമാണോ എന്നുള്ളത് നിർണായകമായ ഒരു തന്നെയാണ്. അത് നമുക്ക് വരും മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. നേരത്തെ അറിയാവുന്ന പോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അരുൺ, കേൾക്കാമോ? അരുണിലേക്ക് വരണം. ഏതായാലും ഗൗരവതരമായ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് ഹോട്ടലുകളിൽ അസ്മാക്ക് എന്ന ഹോട്ടലാണ്, വളരെ പ്രശസ്തമായ ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കൂടിയാണ് ഇത്. ലൈവായും മറ്റും മീനും മറ്റും വിഭവങ്ങളും മറ്റും പാചകം ചെയ്ത് നൽകുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് ഇത്. അവിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഏതായാലും വലിയ തോതിലുള്ള ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ്. അരുണ, തുടരാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ പറയുന്ന നമ്മുടെ ഷാജി, നിലമേൽ സ്വദേശിയായ ഷാജി അവിടെ എത്തുന്നത്. എത്തി ഭക്ഷണം കഴിക്കുന്നത്, കുടുംബസമേത ഭക്ഷണം കഴിച്ച് ബുദ്ധിമുട്ട് അനുഭവത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ എത്തുകയും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. തൊട്ടു പിന്നാലെ ഗുരുതരമായ അവസ്ഥയിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവും റഷീദയും മരണത്തിന് കീഴടങ്ങിയതോടെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. 2 പേരുടെ മരണത്തിന് കാരണമാകുന്നു. മാത്രമല്ല ഷാജിയുടെ ഭാര്യ സജീന ഇപ്പോഴും ICUയിലാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇരിക്കുമ്പോഴാണ് 2 പേർ കൂടെ ഈ ഹോട്ടലിൽ നിന്ന് അത് സമാനമായ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് അവർ ആശുപത്രി കഴിയുന്നത്. എന്തായാലും പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു. ചടയമംഗലം പോലീസാണ് ആ വിഷയത്തിൽ കേസെടുത്തത്. കാരണം ഇവരുടെ കുടുംബം കൊല്ലം സ്വദേശികളാണ്. ഇവരുടെ ചടയമംഗലം സ്റ്റേഷൻ പരിധിയിൽ വരുന്നതിനാൽ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇന്നലെ വന്ന് സാമ്പിളുകൾ ശേഖരിച്ചു പോയെങ്കിലും ഈ പറയുന്ന ഇതിന്റെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിന്റെ ഫലം ഇന്ന് നമുക്ക് ലഭിക്കുമെങ്കിലും ഇവരുടെ മരണകാരണത്തിനെ കുറിച്ച് കൂടുതൽ വ്യക്തത കൂടി വരണമെങ്കിൽ തീർച്ചയായും ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരണമെന്നുള്ളതാണ് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല, മറ്റു ഹോട്ടലുകളിലും ഇന്ന് വ്യാപകമായ പരിശോധന നടത്തും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും റിസൾട്ട് വരട്ടെ, ഈ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരട്ടെ. അപ്പോൾ ഇക്കാര്യത്തിലൊരു വ്യക്തതയുണ്ടാകും. ഇതുകൊണ്ടല്ല സംഭവിച്ചതെങ്കിൽ അത് ആ ഹോട്ടലിനോട് ചെയ്യുന്ന ഒരു നീതികേട് കൂടിയാണ്. പക്ഷേ ഇതുകൊണ്ടാണ് എങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു കൃത്യമായ റിസൾട്ട് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ഏതായാലും ആരോഗ്യവകുപ്പ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഗൗരവതരമായ അന്വേഷണം നടത്തുകയും വേണം. ഇത് മാത്രമല്ല, ഇവിടെ ഒതുക്കരുത്. സ്ഥിരമായ പരിശോധനകൾ, ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെയുള്ള നിരീക്ഷണങ്ങൾ ഒക്കെ ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരിക സാധാരണക്കാരായ അനവധി മനുഷ്യരായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ്, ഈ ആരോഗ്യവകുപ്പിനെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെയൊക്കെ വിശ്വസിച്ചാണ് നമ്മളെപ്പോലെയുള്ളവർ ഇത്തരം സ്ഥലങ്ങളിൽ പോയി ആഹാരവും മറ്റും കഴിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്താൽ നന്ന്.